ഇന്നത്തെ നമ്മളെ യാത്ര കോഴിക്കോടേക്കാണ്. ഇപ്പോൾ കുറച്ച് മുത്തുകളും കാര്യങ്ങളൊക്കെ പരതിയിട്ടാണ് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത്. വളരെ അർജൻറ്റായിട്ട് വേണ്ട സാധനമായിക്കൊണ്ട് ഒട്ടും ലേറ്റാക്കാണ്ട് നമ്മൾ പോയി. അപ്പം നേരം നമ്മൾ ബ്രദേഴ്സായിരുന്നു ലക്ഷ്യം വെച്ചത്. പക്ഷേ ബ്രദേഴ്സിൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഗ്രാൻഡ് ലേസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അവിടെ കയറി പേൾസിൻ്റെ കളക്ഷനിൽ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഗ്രാൻഡ് ലേസ്. നമുക്ക് പേൾസ് ആവശ്യമില്ല, കട്ട് ബീഡ്സ് ചെയ്യണം. നമ്മൾ നോക്കിയ കളർ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് നേരെ ബ്രദേഴ്സിലേക്ക് പോയി. ബ്രദേഴ്സിലെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്കിവിടെ കണ്ണൂരിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല വെറൈറ്റി ഐറ്റംസും ക്രാഫ്റ്റിനും അതുപോലെ തന്നെ ഡിസൈനിങ്ങിനും വേണ്ട ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എന്താണ്, ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം കൺജസ്റ്റഡായി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് കിട്ടി. കുടിക്കാം. ഓട്ടോ ബുക്ക് ചെയ്തിട്ട് വന്നതാ. നല്ല അടിപൊളി സിറ്റിയാണ് കേട്ടോ കോഴിക്കോട് സിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും പോയി കഴിഞ്ഞാൽ ഒരേ വൈബാണ്, ഒരേ തിരക്കാണ്. ഏത് സമയത്ത് പോലെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ ഓണത്തിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ തലേന്നും മാത്രമേ ഈ ആളും ഒച്ചപ്പാടൊക്കെ. പക്ഷെ അവിടെയാണെങ്കിൽ എപ്പോൾ പോയാലും ഒരേപോലെ തന്നെയാണ്. അങ്ങനെ നമുക്കൊരു ഡയബിൾ ഫാബ്രിക് വാങ്ങിക്കാനുണ്ട്, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടി നെഹദി മന്തിയിലേക്കാണ് പോകുന്നത്. എൻ്റെ പപ്പന് പറ്റിച്ച് കണ്ണിന് പറ്റിച്ച് ആരും വരാണ്ടിരിക്കാൻ പറ്റൂല ഗൈസ്. എന്തായാലും കോഴിക്കോട് ജോക്കിന്നില്ലേ, ജോക്കിന് തൊട്ടപ്പുറം തന്നെ ഒരു ഹോട്ടലുണ്ട് ഗൈസ്. ആ ഹോട്ടലിൽ വന്നാൽ മതി. ആ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ വേഗം ഇരിക്കാൻ പറ്റൂല, ബുക്കിംഗ് ഉണ്ട് കേട്ടോ. അതും കൂടി അറിഞ്ഞിട്ടാ വരണ്ടേ കേട്ടോ. ബൈ. ചെറിയ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്ത് അടുത്ത ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.